ഇവിടെ നിന്നാൽ രക്ഷപ്പെടുകയില്ല എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മുഴുവൻ കേരളം വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേരളം വിട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇവിടെ ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, ഇവിടെ ആളുകൾക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കാനായിട്ട് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ബഡ്ജറ്റിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനമുണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ബഡ്ജറ്റ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മോശമായിരിക്കുന്നതും ഈ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടികളും ഇല്ലാത്ത ഒരു ബഡ്ജറ്റാണ് എന്ന് ഞങ്ങൾ പറയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ തന്നെ കൊടുക്കാനുള്ള കുടിശ്ശിക ഏതാണ്ട് 1.25 ലക്ഷം കോടി അനുവദിച്ചിട്ടുണ്ടെന്ന് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നതും ഞങ്ങൾ 10 പൈസ ഇപ്പോൾ തരില്ല, ഞങ്ങളെ നോക്കണ്ട എന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നതും ഒരേ സമയത്തായത് യാദൃശ്ചികമായിരിക്കാം. പക്ഷേ 750 കോടിയുടെ ബജറ്റ് പ്രഖ്യാപിച്ചിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അത് കണ്ടെത്തണം, ഞങ്ങളൊന്നും തരില്ല എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം മുണ്ടക്കൈ പുനരധിവാസം മാത്രം നടത്തിയാൽ പോരല്ലോ ദുരന്ത നിവാരണം എന്ന അർത്ഥത്തിൽ. ഇപ്പോൾ ഈ കാട്ടാനകളും വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുകയാണ്, അതിനൊക്കെ പണം കണ്ടെത്തണം. എങ്ങനെ സംസ്ഥാനം മുന്നോട്ട് പോകും? കേന്ദ്രം യഥാർത്ഥത്തിൽ കേരളത്തിനെ കൈപിടിച്ച് തിരിക്കുകയല്ലേ ചെയ്യുന്നത്? എന്നോടാണോ? അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അങ്ങ് പറഞ്ഞത് വെച്ച് കേന്ദ്രം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക സംസ്ഥാന സർക്കാർ അതിൻ്റെ പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ കയ്യിലുള്ള ഫണ്ട് എടുത്ത് ചെലവാക്കുകയും ബാക്കി വരുന്ന വിഹിതം കേന്ദ്രം നൽകാൻ മുഴുവനായിട്ട് കേന്ദ്രം വഹിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു അഫിഡേവിറ്റാണ് കൊടുത്തതെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ കേന്ദ്രം പിടിമുറുക്കുന്നു എന്ന് പറയുന്ന ഒരു കുപ്രചരണം, ആ പ്രചരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലടക്കം ആ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതാണ്. സ്വാഭാവികമായിട്ട് ഈ കേന്ദ്രം എങ്ങനെയാണ് ഈ കേരളത്തെ ഇങ്ങനെ പിടിമുറുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ? കേരളം എന്ന് പറയുന്നത് യാതൊരു ധനകാര്യ മാനേജ്മെൻറ്റും ഇല്ലാതെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ. സ്വാഭാവികമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളുമായി കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാലോ, ഇത് ഒരു പ്രാദേശികമായി ഇൻഡിപെൻഡന്റ് രാജ്യമൊന്നുമല്ലല്ലോ കേരളം. സ്വാഭാവികമായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അതിൻ്റെ ധനകാര്യ വ്യവസ്ഥ മോശമാണെങ്കിൽ കേന്ദ്രത്തിന് ഇടപെടാനുള്ള അവകാശമുണ്ട്. ആ ഇടപെടുന്ന സമയത്താണ് സ്വാഭാവികമായിട്ട്, കാരണം ധനകാര്യ മാനേജ്മെന്റ് കൃത്യമായി നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ടാണ് പല പദ്ധതികൾ, ഇപ്പം ജയ്ക്ക് നേരത്തെ പറഞ്ഞല്ലോ 1,26,000 വീടുകൾ പൂർത്തീകരിക്കാനുണ്ടെന്ന്. എന്തുകൊണ്ടാണ് ഈ വീടുകൾ പൂർത്തീകരിക്കാത്ത സാഹചര്യം ഈ കേരളത്തിലുള്ളത്? 1,26,000 വീടുകളും ധനപ്രതിസന്ധി ഉണ്ടെന്ന് പറയുമ്പോഴും ഫിസ്ക്കൽ ഡെഫിസിറ്റ് അങ്ങനെ വലിയ ഗ്യാപ്പൊന്നുമില്ല, കേന്ദ്രത്തെക്കാൾ കുറവാണ് ഒരർത്ഥത്തിൽ. അല്ല സർ, കേരളത്തിൻ്റെ ഒരു പൊതു സാമ്പത്തിക അവസ്ഥ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം. ഇപ്പം നോക്കൂ, തനത് നികുതി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആകെ തനത് നികുതി പിരിക്കാനുള്ള ബഡ്ജറ്റിനകത്ത് പറഞ്ഞ് 10,000 കോടി രൂപയാണ്. സത്യത്തിൽ ഇവിടുത്തെ സ്വകാര്യ ഗോൾഡ് മുതലാളിമാരിൽ നിന്നും പാറമടകളിൽ നിന്നും ബാറ് മുതലാളികളിൽ നിന്നുള്ള പാട്ടത്തുക പിരിച്ചാൽ സാർ 26,000 കോടി രൂപ കിട്ടും. അങ്ങനെ ഒരു വ്യവസ്ഥ ചെയ്യുന്നില്ല, അവരെ തൊടുന്നില്ല, അവിടെ കൈവയ്ക്കാൻ, ആ മേഖലയെ കൈവയ്ക്കാനുള്ള ഒരു വ്യവസ്ഥ ഇവിടെ ചെയ്യുന്നില്ല. ഇവിടെ നോക്കൂ, നിങ്ങൾ നോക്കൂ, കുടിശ്ശിക, ഈ കുടിശ്ശിക കൊടുക്കുമെന്ന് പറയുന്നത് നോക്കൂ, കുടിശ്ശിക ഇല്ലാത്ത ആരാണുള്ളത്? ഇപ്പം 150 കോടി രൂപ നെൽകൃഷിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിനകത്ത് മാറ്റിവെക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ 150 കോടി രൂപ കൊടുത്ത് നിങ്ങൾ അവരുടെ കുടിശ്ശിക തീർക്കണം. ഇപ്പോഴും നോക്കൂ, സംഭരിച്ച നെല്ലുകൾക്ക് കർഷകന് കുടിശ്ശിക കൊടുത്തിട്ടില്ല, കൊപ്ര സംഭരണത്തിന് കുടിശ്ശിക കൊടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ റോഡിൽ ഇപ്പം 50 റോഡിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇനി 50 റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ഗതികേടാണ് ഈ കേരളത്തിലുള്ളത്. ഇപ്പം കിഫ്ബി എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു വെള്ളാനയാണ്. കൃത്യമായിട്ട് എന്താണ് അതിൻ്റെ പ്രവർത്തനം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കേന്ദ്രം ഒരു തരത്തിലുമുള്ള ഈ കേരളത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നില്ല. കൃത്യമായ ഒരു ധനകാര്യ മാനേജ്മെന്റ് കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ജൽജീവൻ മിഷൻ, നിങ്ങൾ പറഞ്ഞല്ലോ 4,000 കോടി രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത്, കുടിശ്ശികയാണ്. ആ പദ്ധതി, സാധാരണക്കാരന് കുടിവെള്ളം എത്തേണ്ട ആ പദ്ധതി ഇവിടെ കൃത്യമായിട്ട് ഫയലിംഗ് നടത്താത്തതിന്റെ പേരിൽ ഇവിടെ നിലച്ചു നിൽക്കുകയാണ്. അപ്പൊ എല്ലാ അവസ്ഥയിലും കൃത്യമായിട്ടുള്ള കെടുകാര്യസ്ഥതയുള്ള ഒരു ധനകാര്യ മാനേജ്മെന്റ്